അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സലാം പറയാൻ പഠിച്ചു അല്ലേ? സലാം അടക്ക്. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ. അപ്പോഴേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ അക്ഷരമാണ്. നേരത്തെ നമ്മൾ സൂചന നൽകിയ ഒരു പുതിയ അക്ഷരം. നിങ്ങൾ കയറ് കണ്ടിട്ടുണ്ടോ? കയർ. കയറിന് എന്താ പറയാ അറബിയിൽ എന്നറിയോ? ഹബിൽ. എന്താ പറയാ? ഹബിൽ. ഹബിൽ. ഹ ഹ ഹൽക്കിന്റെ അക്ഷര ഹ ഹ ഹോന്നല്ല. ഹ ഹബിൽ. 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 കയർ. ഹബിൽ കയർ. ഹബിൽ കയർ. അപ്പൊ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. എല്ലാവരും പുസ്തകം എടുക്കട്ടോ, ഞാനൊന്ന് വായിക്കാം. നേരത്തെ നമ്മൾ ജീമ് പഠിച്ചിട്ടുണ്ട്. ആ ജീമിന് പുള്ളി ഇല്ലാതിരുന്നാൽ ഹ ആണ്. അക്ഷരം നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് മുതല്. ഹ ഹ കാണുന്നില്ലേ? എങ്കിൽ നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഹ ഇപ്പൊ അല്ല കാണുന്നുണ്ട് അല്ലേ? ഹ പുള്ളി ഉണ്ടാവൂല, അതാണ് ഇതിന്റെ മാറ്റം. പുള്ളി ഉണ്ടാകും ജീമിന് അല്ലേ? ഇതിന് പുള്ളിയില്ല. നോക്കാം, ശ്രദ്ധിച്ചു നോക്ക്. ഹബിൽ കയർ. ഹബിൽ കയർ. പുള്ളി ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ വായിക്കട്ടോ, കേട്ടോളൂ. ഹബിലുൻ. ഹബിലുൻ. ഹുജുബുൻ. ഹുജുബുൻ. ഹിജാബുൻ. ഹിജാബുൻ. ബഹ്റുൻ. ബഹ്റുൻ. അടുത്ത വരി. സബ്ഹൻ. സബ്ഹൻ. സബ്ഹുൻ. സബ്ഹുൻ. സബ്ഹിൻ. സബ്ഹിൻ. അടുത്ത് ഹാജിബുൻ. ഹാജിബുൻ. ഹൂത്തുൻ. ഹൂത്തുൻ. ജഹീമുൻ. ജഹീമുൻ. ഹാ ഹാ. എല്ലാവരും കേട്ടല്ലോ. ഇനി നമുക്കിത് ഞാൻ ബോർഡിൽ ഒരു ഹബില് എഴുതാം. നോക്കൂ. നേരത്തെ നമ്മള് ജബൽ എഴുതിയിരുന്നു അല്ലേ? ഏകദേശം അതുപോലെ തന്നെയാണ്. പുള്ളിയില്ല. ഹ ബ ഹബിൽ. 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 പുള്ളിയിട്ടാലോ? ജീമായി. ജ ജ ജ. പുള്ളിയില്ല. അത്രേ ഉള്ളു വ്യത്യാസം. ഇനി ആ പുള്ളിയില്ലാത്ത അക്ഷരം കാണുമ്പോൾ നമ്മൾ ഹേ എന്നാണ് വായിച്ചാൽ പ്രശ്നം തീർന്നു. ഇനി നമുക്ക് ഒന്ന് ഒറ്റക്ക് വായിച്ചു നോക്കിയാലോ? ഹബിൽ കയർ. ഇനി ഒന്നാമത്തേതോട് പറ. എന്താ അക്ഷരം? ഹ ബ ബ ബ. നമ്മൾ നേരത്തെ പഠിച്ചാണല്ലേ? ബ ലുൻ. ഈ അക്ഷരം നമുക്ക് കാണാം. ഏത്? ലാമ് നമുക്കൊന്ന് കാണാം. കുറെ പ്രാവശ്യമായി ലാം ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നു. ലാമ് ലാമ് ലാമ്. ഇതിന് ഫതഹ കൊടുത്താൽ ല ലു ലി. നമ്മളത് കണ്ടു വെക്കണം. നമ്മൾ വേറെ പാഠത്തിൽ നിന്ന് പഠിക്കും. എന്നാലും ഇതിനെ ഒന്ന് അറിയണ്ടേ നമുക്ക്, അല്ലേ? ജബൽ അവിടെ ലാമില്ലേ? ഹബിൽ അവിടെ ലാമില്ലേ? ഇയാളൊന്ന് പഠിച്ചു നോക്കണം നമ്മള്. ലാമ് 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 ല ലു ലി ല ലു ലി. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഹബിലുൻ. അടുത്തെന്താ? ഹു ഹു. ലമ്മിട്ടാൽ ചുണ്ട് കൂട്ടണം. അപ്പോ ഹോ. അടുത്തെന്താ? തായ പുള്ളിയുണ്ട്. ജു ബുൻ. ഹുജുബുൻ. ഹുജുബുൻ. അടുത്തെന്താ? ഹി ല്ലേ? ഹി ജ ബുൻ ല്ലേ? ബു ബുൻ. ലമ്മ തൻവീൻ. ബുൻ. ഹിജാബുൻ. അടുത്തെന്താ? ബ ഹെ റുൻ. ബഹ് റുൻ. ബഹ് റുൻ. ബ ബഹ് ബഹ് റുൻ. അടുത്തത് നമ്മൾ കൂടുതൽ കാണാത്തൊരു അക്ഷരാണ് അല്ലേ? സ ബ ഹൻ. സബ്ഹൻ. സബ്ഹൻ. സബ്ഹൻ.
അടുത്തത് സബ്ഹുൻ സബ്ഹുൻ സബ്ഹുൻ. അടുത്തത് സ. ഇപ്പൊ 3 പ്രാവശ്യം സ വന്നപ്പോ നമുക്ക് മനസ്സിലായില്ലേ? സബ്ഹിൻ ഹിൻ. താഴെ ഹി ഹിൻ സബ്ഹിൻ സബ്ഹിൻ. അടുത്തത് ഹാജിബുൻ ഹാജിബുൻ ഹാജിബുൻ. അടുത്തെന്താ നിങ്ങൾ പറ? വാവ് എന്തിനാ? ലമ്മേ നീട്ടാനല്ലേ? ഹോ ഹോ തുൻ ഹോ തുൻ ഹോ തുൻ. അടുത്തത് ജഹീമുൻ ജഹീമുൻ ജഹീമുൻ. അടുത്തത് ഹ ഹ. അപ്പൊ രണ്ടാമത്തെ ഹ നമുക്ക് പെൻസിൽ കൊണ്ട് അതിന്റെ മുകളിലൂടെ വരച്ച് ഭംഗിയാക്കാം. അപ്പോ ഹബിൽ കയർ ഹബിൽ കയർ ഹബിൽ കയർ. അപ്പൊ റെഡിയല്ലേ? അപ്പൊ നിങ്ങള് ഹബിൽ എന്ന് എഴുതണം. നിങ്ങൾക്ക് കഴിയും. ഹബിൽ ഒന്ന് എഴുതുക. ഒരു 4 വരി എഴുതിയാൽ മതി. ഹബിൽ ഹബിൽ ഹബിൽ. അപ്പൊ നമ്മള് ഹബിൽ എന്ന പാഠം എടുത്തു അല്ലെ? ഹബിൽ കയർ ഹബിൽ കയർ ഹബിൽ കയർ. ഇനി നമ്മൾ അതിന്റെ വർക്ക് ചെയ്യട്ടോ. ഭാഗത്ത് നോക്കാം. എന്താണ് ആദ്യം? ഒന്നുകൂടി നമ്മൾ ഇടക്കിടക്ക് പറയണം. ഏത്? ജ ഹേ ഖ ജ ഹേ ഖ ജ ഹേ ഖ ജ ഹേ ഖ. അപ്പോ ഇത് ഓർമ്മയുണ്ടല്ലോ? നടുവിൽ പുള്ളിയിട്ടാല് ജീം അല്ലേ? പുള്ളില്ലാഞ്ഞാൽ ഹ. മുകളിൽ പുള്ളിയിട്ടാൽ ഹ ഹ. അപ്പോ നമ്മൾ അതിന്റെ വർക്ക് ചെയ്യാം. നെക്കറ് നെക്കറ് വായിക്കാം. ഇതിലുള്ള എല്ലാ അക്ഷരവും നിങ്ങൾക്ക് പഠിച്ച അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് കേൾക്കാം. എന്താണ് ആദ്യം? ഉ ബി. യാതെന്തിനാ നീട്ടാൻ അല്ലേ? ഉ ബി ഹ ഹ. ഹൽക്കിൽ നിന്ന് വരണം. ഉ ബി ഹ. അടുത്തത് ബോ ഹോ. നീട്ടാനുള്ള വാവണ്ടില്ലേ? ബൊഹോ സുൻ ബൊഹോ സുൻ. അടുത്തത് ഹ ജൻ. കണ്ടോ? ജ ജൻ ഹജ്ജൻ ഹജ്ജൻ. അടുത്ത എന്താണ്? ഹ ജി ബൂന ബുൻ ഹാജിബുൻ ഹാജിബുൻ. ഒന്നുകൂടി വായിച്ചു നോക്കല്ലേ? ഉബീഹ ബുഹൂസുൻ ഹജ്ജൻ ഹാജിബുൻ. അടുത്തത് നക്തുബ് എഴുതാം. ഹാജിബുൻ അഹുജ്ജു തുഹിബ്ബു. എഴുതി നോക്കല്ലേ? ഹാജിബുൻ. ഹ. കണ്ടോ? ഹ. ജി ബുൻ ഹാജിബുൻ ഹാജിബുൻ. അപ്പോ ഹാജിബുൻ അഹുജ്ജു തുഹിബ്ബു. നിങ്ങൾ എഴുതട്ടാ. ഇനി നഖറഉ മിനൽ ഖുർആനി. ഖുർആനിൽ നിന്ന് നമുക്ക് ഓതാം. എന്താ ഒന്നാമത്തേത്? ഹ ജ. ശബ്ദമൊക്കെ ഉണ്ട് അല്ലേ? ഹജ്ജ. അടുത്ത് ഖുർആനിൽ നമുക്ക് വായിക്കാം. ഹജ്ജ. അതിന്റെ താഴെ എന്താ? ഹി ജ ജിൻ ഹി ജ ജിൻ ഹി ജ ജിൻ ഹി ജ ജിൻ. അടുത്തത് ഓ ഹേ ബു ഉഹിബ്ബു ഉഹിബ്ബു. ഹേ ഇവിടുന്ന് ഓ ഹേ ബു ഉഹിബ്ബു.
അടുത്ത എന്താണ്? തെഹ്ത തെഹ്ത തെഹ്ത. നമ്മളിങ്ങനെ എഴുതുന്ന ത ഉണ്ടല്ലോ, ഈ ത അത് ഹായിനോട് ചേർന്ന് വരുമ്പോ അത് മോഡലാക്കിയിട്ട് ഇങ്ങനെ എഴുതും. ഉണ്ടോ? തൂ. അപ്പോഴേ എന്നിപ്പോ നിങ്ങൾക്ക് കണ്ടിട്ട് അറിയില്ലേ, കണ്ടിട്ട് നമ്മൾ പരിചയമായില്ലേ. ഇനി ഞാൻ ഇങ്ങനെ നിന്നാലോ, ഞാൻ തന്നെയാണത്. കണ്ടോ, ഈ താ ഇങ്ങനെ നിൽക്കുന്ന താ ഇങ്ങനെയായി. നമ്മള് പുള്ളി നോക്കിയാ മതി, ആള് ഇങ്ങനെ നിന്നാലും ആള് ഇതൊക്കെ ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ആ, അപ്പൊ എന്താണ്? തെഹ്ത തെഹ്ത തെഹ്ത. അപ്പൊ ഇനി എഴുതാനുള്ളത് നല്ല മനോഹരമായി ശ്രദ്ധിച്ച് എഴുതുക. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അടുത്ത പാഠത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.